ഹായ് ഓൾ, ഇന്ന് ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ. അൽഫയിലെത്തുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ കണ്ടീഷനിലുള്ള പല പാരൻസിനോടും വളരെ നേരത്തെ തന്നെ ഈ കണ്ടീഷൻ മനസ്സിലാക്കേണ്ടതും വളരെ കൺസിസ്റ്റന്റ് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും തെറാപ്പി ചെയ്യുന്നതിനെ പറ്റി നമ്മൾ എപ്പോഴും അവയർനെസ് കൊടുക്കാറുണ്ട്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നുള്ളത് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണെങ്കിലും ഇത് കൂടുതലായും കുട്ടിയുടെ ബ്രെയിനിന്റെ ന്യൂറൽ പാത്വേയുടെ കണക്ടിവിറ്റിയിലുള്ള വയറിംഗ് സിസ്റ്റത്തിൽ വരുന്ന ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. റീസെന്റ് റിസർച്ച് പ്രകാരം ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നുള്ളത് ഒരു ബ്രെയിൻ ഡാമേജ് മൂലം ഉണ്ടാകുന്നതല്ല. അത് ന്യൂറൽ കണക്ടിവിറ്റിയിലെ വയറിംഗ് സിസ്റ്റത്തിൽ ഡിഫറന്റ് ആയി വരുന്നു എന്നുള്ളത് കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ബ്രെയിനിന്റെ പല ഡൊമൈൻസിലുള്ള ഡെവലപ്മെന്റുകളും തമ്മിൽ കണക്റ്റഡ് ആകുന്നത് ഈ ന്യൂറൽ പാത്വേസ് വഴിയാണ്. പലപ്പോഴും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുഞ്ഞുങ്ങളുടെ ഈ ന്യൂറൽ പാത്വേസിൽ ചില ഏരിയാസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടായിരിക്കും. ഇത്തരം കുഞ്ഞുങ്ങളിൽ ചില ഡീപ്പായിട്ടുള്ള ചില സെൻസറി സെൻസിറ്റിവിറ്റിയും ഡീപ്പ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡീപ്പ് ഫോക്കസ് ഇൻ ചില ഏരിയകളിലും കാണപ്പെടുന്നു. ASD ഉള്ള ചില കുഞ്ഞുങ്ങളിൽ ഈ ന്യൂറൽ പാത്വേസിലുള്ള കണക്ഷൻസ് വളരെ വീക്ക് ആയിരിക്കും. ഇത്തരം കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും സോഷ്യലി ഇന്ററാക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഇത്തരം കുഞ്ഞുങ്ങളുടെ ഈ ന്യൂറൽ കണക്ടിവിറ്റി സ്ട്രോങ് ആക്കുന്നതിനായിട്ടാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി പോലുള്ള റീഹാബിലിറ്റേഷൻ ട്രീറ്റ്മെന്റ് വളരെ കൺസിസ്റ്റന്റ് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും നൽകണം എന്ന് പറയുന്നത്. ഇത്തരം കുട്ടികളുടെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കുകയും ഇത്തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന തെറാപ്പികൾ റിപ്പീറ്റഡ് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും നമ്മൾ നൽകുകയാണെങ്കിൽ ബ്രെയിനിന്റെ ഈ വയറിംഗ് സിസ്റ്റം വളരെ സ്ട്രോങ് ആക്കാനും കുട്ടികളുടെ പല സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനും സഹായകമാകും.